മക്കളെ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ പനിനീർ പൂവ് എന്ന പാഠമാണ് പഠിക്കുന്നത്. അതിലെ ആ ചാപ്റ്ററിലുള്ള ഫുൾ വർക്കുകൾ, അതായത് അതിലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ നോക്കുന്നത്. പൂക്കളെ പൂക്കളെ നിങ്ങളെൻ്റെ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ്റെ ദേവതമാർ. പൂക്കളെ ദേവതമാരായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം? കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. അതാണ് ഒന്നാമത്തെ ചോദ്യം. പൂക്കൾ ഭൂംശവും പവിത്രതയും പ്രധാനങ്ങളായ മണൽക്കാടുകൾ പോലും പൂക്കളാൽ പവിത്രമായ ഉദ്യാനങ്ങൾ ആയി മാറുന്നു. അന്നപൂർണേശ്വരിമാരെ പോലെ പൂക്കൾ തങ്ങളുടെ തേൻ വണ്ടുകൾക്കും ശലഭങ്ങൾക്കും നിസ്വാർത്ഥമായി നൽകുന്നു. ദൈവിക സാന്നിധ്യത്തിന് ശുഭസൂചകമെന്നോണം പൂക്കൾ മംഗളകർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നു. നിസ്വാർത്ഥ സേവനം, സൗന്ദര്യം, പവിത്രത, ആനന്ദം നൽകുവാനുള്ള കഴിവ്, ഭൂമിയെ മനോഹരമാക്കാനുള്ള ശക്തിവിശേഷം എന്നിവയാൽ ദേവതകൾക്ക് തുല്യമായ സ്ഥാനം പൂക്കൾ അലങ്കരിക്കുന്നു എന്ന് കവി കണ്ടെത്തുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സ്വതേ മനുഷ്യർ സുന്ദരന്മാരാണ്, സുന്ദരികളുമാണ്. ഉറൂബ്. ഒന്നല്ലി നാമയി സഹോദരല്ലി പൂവേ, ഒന്നല്ല കയ്യിഹ രചിച്ചത് നമ്മയെല്ലാം. കുമാരനാശാൻ. നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ. ഉള്ളൂർ. ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സ്ഥാനവും സൗന്ദര്യവും ഉണ്ട്. മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യവും വരികളും വിശകലനം ചെയ്ത് അഭിപ്രായം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. ബാഹ്യമായ സൗന്ദര്യത്തിനപ്പുറം ഓരോ വ്യക്തിക്കും ആന്തരിക സൗന്ദര്യം ഉണ്ടെന്നും അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ഉറൂബ് സൂചിപ്പിക്കുന്നു. പൂവിനുള്ളതുപോലെ മനുഷ്യനും പ്രകൃത്യാ സൗന്ദര്യവും മൂല്യവും ഉണ്ട്. ആശാന്റെ വരികളിൽ സാഹോദര്യത്തെയും സർവചരാചരങ്ങളിലുള്ള സമജ്ഞ സ്വഭാവത്തെയും ഒന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ട് എന്ന തത്വം ഉള്ളൂർ പനിനീർപ്പൂവിലൂടെ പറഞ്ഞുറപ്പിക്കുന്നു. ഉള്ളൂരിൻ്റെ തന്നിരിക്കുന്ന വരികളിൽ തെറ്റായ വിലയിരുത്തൽമേലുള്ള കവിയുടെ പശ്ചാത്താപമാണ് സൂചിതമാകുന്നത്. നിന്റെ ജീവിതം മോശമാണെന്ന് കവി പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം മാപ്പു ചോദിക്കുന്നു. നിന്ദയിൽ നിന്നും വാത്സല്യം ജനിപ്പിക്കുന്ന ആർദ്ര ചിന്ത കവി ഹൃദയത്തിൽ സംഭവിച്ചത് ജീവിതം ലക്ഷ്യപൂർണവും സൗന്ദര്യപൂർണവുമാണെന്ന് കവി തിരിച്ചറിയുന്നു. വീണ്ടും പൂവിനു തെറ്റിപ്പോയി താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയുന്നതാണ്. പിന്നീട് കവിയുടെ ചിന്തയിൽ എല്ലാം ഈ ചിന്തകൾ പനിനീർപ്പൂ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കിയത് നോക്കാം. പനിനീർപ്പൂവ് എന്ന കവിതയുടെ പനിനീർപ്പൂവ് എന്ന കവിതയെയും സൂക്ഷ്മാർത്ഥ പനിനീർപ്പിലൂടെ തൻ്റെ കാഴ്ചപ്പാടിലുണ്ടാവുന്ന മാറ്റത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് പൂവിൻ്റെ ജീവിതവും കേവലം സ്മേരത്തിനപ്പുറം നാളെ അത് പാഴ്മണ്ണിൽ അവസാനിക്കുന്നതിലെ നിന്ദയും കവി ചോദിക്കുന്നുണ്ട്. പൂവിൻ്റെ നന്മ കാണാതെ തുടർന്ന് കവി ക്ഷമാപണം നടത്തുകയും പൂക്കളുടെ മഹത്വം തിരിച്ചറിയുന്നുമുണ്ട്. ക്ഷണികമെങ്കിലും അർത്ഥപൂർണമായ ജീവിതത്തിന് ഉടമകളാണ് പൂക്കൾ എന്ന് കവി മനസ്സിലാക്കുന്നു. പനിനീർ പൂവിൽ ഇവിടെ നീന്നുണ്ട് കേട്ടോ, കീച്ചിനുണ്ട്. പനിനീർ പൂവിൽ കവിത ആരംഭിച്ച് പിന്നീട് സർവചരാചരങ്ങളുടെയും പ്രതീകമായി പൂവ് മാറുന്നുണ്ട്. ജീവിതവാടിയിൽ ഏതൊരു ജീവിക്കും അതിൻ്റേതായ ഇടമുണ്ടെന്നും ക്ഷണികമെങ്കിലും സാർത്ഥകമായ ജീവിത കർമ്മങ്ങളിലൂടെ നാം എല്ലാം പനിനീർ പൂക്കളാണെന്ന സമഗ്ര ദർശനം കവിതയിലുണ്ട്.
പാടുന്ന വണ്ടുകൾക്കൊപ്പമായ തെന്നലിലാടുന്ന നിങ്ങളെ യാർ മറക്കും. പാണിയാൽ സ്പർശിച്ചാലും വേണിയിൽ ചൂടിയാൽ എന്തു ചൊല്ലി നോക്കൂ. കവിതയ്ക്ക് ഭംഗി നൽകുന്ന വിശേഷതകളാണ് ഈ വരികളിൽ ഉള്ളത്. കൂടുതൽ വരികൾ കാവ്യഭാഗത്തു നിന്നും കണ്ടെത്തി അവതരിപ്പിക്കൂ. ആൻസർ നോക്കാം. പനിനീർപ്പൂവ് എന്ന കവിതയിലെ വരികൾ കാവ്യാസ്വാദനത്തിന് മാറ്റു പകരുന്നുണ്ട്. കാറ്റിൽ ആടുന്ന പൂക്കളെയും അതിനൊപ്പം പാടുന്ന വണ്ടുകളെയും ഒരുമിച്ച് കാണുമ്പോൾ മനോഹര ചിത്രം തെളിയുന്നു. പൂക്കളുടെ നൃത്തവും വണ്ടുകളുടെ ഗാനവും ചേരുമ്പോൾ പ്രകൃതിയുടെ സംഗീതത്തിന് മാറ്റഴക് വർദ്ധിപ്പിക്കുന്നു. ഈ വരികൾ പൂക്കൾ തലമുടിയിൽ അണിയുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യത്തെ എടുത്തുകാട്ടുന്നു. കൂടുതൽ വരികൾ. എന്തൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദന പാഴ്മണൽ പോലും മലർവാടിയാക്കുന്ന നിരുപമമായ കഴിവ് പൂക്കൾക്കുണ്ട് എന്നിവിടെ വ്യക്തമാക്കുന്നു. ഘ്രാണേന്ദ്രിയത്തിന് സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നന്തികത്തിൽ. പൂക്കളുടെ സുഗന്ധത്താൽ അവ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് സംതൃപ്തി നൽകുന്നു എന്ന വാസ്തവികത ഈ വരികളിൽ വ്യക്തമാക്കുന്നു. തന്നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിൻ അന്നപൂർണേശ്വരിമാർ കണക്കെ. പൂക്കളെ അന്നപൂർണേശ്വരിമാരോട് ഉപമിച്ചിരിക്കുന്നു. ഇവരെ പോലെ പൂക്കളും ലോകത്തിന് മധുവാൽ അമരത്വം നൽകുന്നു. പനിനീർപ്പൂവ് എന്ന കവിതയിലെ ആശയം ശബ്ദഭംഗി, പ്രയോഗഭംഗി, സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പൂക്കളുടെ സൗന്ദര്യത്തെയും അവ മനുഷ്യന് പ്രദാനം ചെയ്യുന്ന സന്തോഷത്തെയും നന്മയെയും മഹത്വ ചിന്തയെയും കുറിക്കുന്ന ഉള്ളൂരിൻ്റെ കവിതയാണ് പനിനീർപ്പൂവ്. മനോഹരമായ പനിനീർപ്പൂവിനോട് പരിഹാസരൂപേണ നാളെ അത് വാടിക്കൊഴിഞ്ഞ് പാഴ്മണ്ണിൽ അമരുന്ന ജീവിത ചക്രമെന്ന കവിയുടെ ചോദ്യത്തോടെയാണ് കവിത ആരംഭിക്കുന്നത്. സൗമ്യമായ തലയാട്ടലിലൂടെ കവിയുടെ രൂക്ഷ പ്രതികരണത്തെ തിരുത്തുന്ന ശുഭസൂചക മറുപടിയാണ് പൂവ് നൽകുന്നത്. ഇത് കവിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. പൂക്കൾ കേവലം സൗന്ദര്യ വസ്തുക്കൾ മാത്രമല്ലെന്നും അവ ഭൂമിക്ക് ഐശ്വര്യം ചാർത്തുന്ന ദേവതമാരോടും ഉപമിച്ച് പ്രണയിക്കുന്നുണ്ട് കവി. ഉള്ളൂരിൻ്റെ കവിതകളിലെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ശബ്ദഭംഗി. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ യാർ മറക്കും എന്ന വരികളിലെ താളവും പൂക്കളെ കല്യാണ കർമ്മത്തിനാവശ്യമെന്നോർക്കും കല്യാണ ധാമങ്ങളായ നിങ്ങൾ എന്ന വരികളിൽ ആവർത്തനത്തിൻ്റെ ശബ്ദാതിരേകം കാണാം. മാമ്പഴും ചെമ്പനിനീർ പൂവ് എന്ന പ്രയോഗം പൂവിൻ്റെ സൗന്ദര്യത്തെയും മഹനീയതയെയും എടുത്തുകാട്ടുന്നുണ്ട്. കവിതയിലെ സാദൃശ്യാലങ്കാരങ്ങളും ഭാവസൗന്ദര്യം എടുത്തുയർത്തുന്നുണ്ട്. പൂക്കൾ ലോകത്തിന് തേൻ നൽകുന്ന കൃത്യം അന്നപൂർണേശ്വരിമാർക്കൊപ്പമാണ് എന്ന ഉപമയിലൂടെ നിസ്വാർത്ഥ ജീവിതമാണ് പൂക്കളുടേതെന്ന് കവി അടയാളപ്പെടുത്തുന്നുണ്ട്. ഭൂമിക്ക് മഹത്വം നൽകുന്ന പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് കവി അഭിസംബോധന ചെയ്യുന്നുണ്ട്. നിഷ്കളങ്കതയും പരിശുദ്ധിയും ദൈവിക സൗന്ദര്യവും പൂക്കളിലുണ്ടെന്ന് ഈ താരതമ്യത്തിലൂടെ കവി വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഉള്ളൂരിൻ്റെ പനിനീർപ്പൂവ് കേവലം പൂവിൽ മാത്രമായി പരിമിതപ്പെടാതെ ജീവിതത്തിൻ്റെ അർത്ഥവും നശ്വരതയും പ്രകൃതി മാഹാത്മ്യവും വിളംബരം ചെയ്യുന്ന ദാർശനിക കാവ്യം കൂടിയായി മാറുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ നോക്കിയത്.
പനിനീർ പൂവ് എന്ന കവിതയിലെ പാഠപ്രവർത്തനങ്ങൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.